ഇത്രയൊക്കെ അറിവും ലോകപരിചയമുള്ള സണ്ണി ജോസഫ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ ഒരു മിനിമം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. കോൺഗ്രസ്സുകാരുടെ അടക്കം വിമർശനം ഏറ്റുവായിക്കൊണ്ട് ഈ ഭരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു അപഹാസ്യമായ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജയശങ്കർ ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ അളിയനാവാം അല്ലേ? അല്ല, മന്ത്രി ജോസഫിൻ്റെ അളിയനാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല സണ്ണി ജോസഫിൻ്റെ അളിയനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനായിരിക്കും എന്നാണ്. ഭാര്യ സഹോദരനാണെങ്കിൽ ചെറിയ ന്യായമുണ്ട്. കാരണം ഭാര്യയെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ, തലയണ മന്ത്രം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം നിയമിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, സമാധാനിച്ചു. പക്ഷേ അല്ല എന്ന് പിന്നീട് മനസ്സിലായി, സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വലിയ ചീത്തപ്പേരാവൊന്നും അറിയാത്ത ആളൊന്നുമല്ലല്ലോ സണ്ണി ജോസഫ്. അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ച ആളല്ലേ. ഇപ്പം മന്ത്രി ജനീഷാണ് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പരിചയം കുറവാണ്. ആദ്യമായിട്ട് MLA ആയതാണ്. MLA ആവണേക്ക് മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ഞാൻ ജനീഷിനെ താഴ്ത്തി കെട്ടി പറഞ്ഞല്ല. അങ്ങനെ പുതുമുഖമാണ്, ചെറുപ്പക്കാരനാണ്, അറിവില്ലാത്ത ആളാണ്, പരിചയക്കുറവുണ്ട്, അങ്ങനെ ചെയ്തു പോയി എന്ന് വിചാരിക്കാം. സണ്ണി ജോസഫ് 3ാം തവണ നിയമസഭയ്ക്ക് ജയിച്ച ആളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അതിനുമുമ്പ് കണ്ണൂർ DCC പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ KPCC പ്രസിഡൻ്റാണ്. ഇത്രയൊക്കെ അറിവും ലോകപരിചയമുള്ള സണ്ണി ജോസഫ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ ഒരു മിനിമം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? മറ്റെല്ലാം പോട്ടെ, ഭരണഘടനാപരമായ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം, കോൺഗ്രസ്സിൽ തന്നെ തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ പീസാകാൻ സർവ്വതാ യോഗ്യന്മാരായ വ്യക്തികളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ മാറ്റി നിർത്തിയാലും മിനിമം ഒരു സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തിക്കൂടെ? സണ്ണി വക്കീൽ ഇതൊന്നും നടക്കില്ല. നമ്മളെ സർക്കാരെന്ന് വെച്ചാൽ CPMകാർ പല തൊട്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇല്ലേ? ജയരാജൻ മന്ത്രിയുടെ ബന്ധുവിനെ അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചപ്പോൾ അതിൽ സാങ്കേതികമായിട്ട് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്, ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നമ്മൾ. KT ജലീലിൻ്റെ കാര്യത്തിൽ ഈ PK ഫിറോസ് അടക്കമുള്ള ആളുകൾ എത്രയോ പരാതി കൊടുത്ത് ലോകായുക്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മാനം കരുതി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചാൽ അദ്ദേഹത്തിന് രാജിവെപ്പിക്കാനല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കിയവരാണ്. അതൊക്കെ ബന്ധു നിയമനമാണെന്ന് നമ്മൾ കുറ്റപ്പെടുത്തിയതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെ ബാബുവിൻ്റെ ബന്ധുവിനെ, ഡയറക്റ്റ് ബ്രദറല്ല, ഉറ്റ ബന്ധുവിനെ KC ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും, KC ജോസഫിൻ്റെ ബന്ധുവിനെ, കസിനെ കെ ബാബുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ അതിൽ പോലും ഒരു ഈ ഉരൽ കേൾക്കാൻ വിരൽ പറ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇതതുപോലും ഇല്ല. യാതൊരു ലജ്ജയോ ഉളുപ്പോ ഇല്ലാതെ ഭരണഘടനാ സംവിധാനത്തെ പരസ്യമായി കൊഞ്ഞനം കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഇത് ഏറ്റവും കഠിനമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അടക്കം വിമർശനം ഏറ്റുവായിക്കൊണ്ട് ഈ ഭരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു അപഹാസ്യമായ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും വൈകിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റ് 8 മണിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച കഴിഞ്ഞാൽ ഞാൻ മന്ത്രി ജോസഫ് സണ്ണിയോട് പറയുള്ളൂ എന്ന് അദ്ദേഹം വിചാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഡീഷണൽ PSൻ്റെ നിയമനം റദ്ദാക്കാൻ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ അഡീഷണൽ PS തന്നെ ഇനി അധികം വൈകാതെ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാവൂർ അത്യാവശ്യം കൃഷിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പഴയ പോലെ കൃഷിയോ വാണിജ്യമോ വ്യവസായമോ സത്യസന്ധമായ മറ്റെന്തെങ്കിലും തൊഴിലും ചെയ്ത് ജീവിക്കാം. മന്ത്രിയുടെ അഡീഷണൽ PS ആയിട്ട് മരിക്കുള്ളൂ എന്ന് വാശിയൊന്നുമില്ലല്ലോ. അങ്ങനെ ശബ്ദമൊന്നും ചെയ്തിട്ടുള്ള ആളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തെറ്റ് തിരുത്തുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ അബദ്ധങ്ങൾ ഓരോരുത്തർക്കും പറ്റുമല്ലോ. പണ്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ മന്ത്രിയാക്കുന്ന സമയത്ത് അത് അവരുടെ മകൻ്റെ ഭാര്യയെ സർക്കാർ ഈ മന്ത്രിമന്ദിരത്തിൽ കുക്കായിട്ട് നിയമിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. കാരണം വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് പെൺപിള്ളേർ സാധാരണ കുക്ക് എന്താണ് പാചകം ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. പക്ഷേ അതിന് പൊതു ഖജനാവിന് ശമ്പളം കൊടുക്കുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. പിന്നെ അത് തെറ്റാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കണ്ടുപിടിച്ചപ്പോൾ ടീച്ചറെ കൊണ്ട് മരുമകളെ രാജിവെപ്പിച്ചു. അത്രേ കാര്യമുള്ളൂ. അതൊക്കെ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല. അഡീഷണൽ PS വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ട് ഫയൽ നോക്കുന്ന ജോലിയാണ്. ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് PSും അതുപോലുള്ള ആളുകളുമാണ്. സ്ഥലം മാറ്റം, നയപരമായ കാര്യങ്ങൾ. മന്ത്രിമാരുടെ ജോലി എന്താ? നാട് ചുറ്റി നടക്കുക, നാട മുറിക്കുക, തറക്കല്ലിടുക, വിളക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ജോലികളാണ് മന്ത്രിമാർ ചെയ്യുക. ഓഫീസിലിരിക്കുന്ന ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉമ്മൻചാണ്ടി നാട് ചുറ്റി നടക്കുമ്പോൾ ടെന്നി ജോപ്പൻ, ജിക്ക് മോൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കാര്യങ്ങൾ ചെയ്തതുപോലെ ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ അഡീഷണൽ PS എന്നൊക്കെ പറഞ്ഞാൽ വലിയ പവറുള്ള പത്രാസുള്ള ജോലിയാണ്. ഇവരെ കാണുമ്പോൾ സെക്രട്ടേറിയറ്റിലെ IAS അടക്കമുള്ള ആളുകളൊക്കെ ഒച്ചാടിച്ച് ഈ ശ്രീരാമൻ്റെ മുമ്പിൽ അനുമാനിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അത്രയൊക്കെ പവറും പ്രസ്റ്റീജും ഉള്ള പോസ്റ്റാണ്. അവിടെ ഇങ്ങനെ ഒരാളെ കയറ്റിയിരുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇത്ര കോളത്തെ രാഷ്ട്രീയ പരിചയമുള്ള നിയമപരിചയമുള്ള KPCC പ്രസിഡന്റ് കൂടിയായിട്ടിരിക്കുന്ന മന്ത്രിക്ക് അറിയാൻ പാടില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നുള്ളതല്ലേ. മാത്രമല്ല ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പുലിവാലുകളൊക്കെ വേണമെങ്കിൽ വരാം. ഇപ്പോൾ കെ സി ജോസഫിനെ മന്ത്രി കസേരയിൽ എടുത്തിട്ടുള്ളത് കെ സി വേണുഗോപാലാണ് എന്ന് വിചാരിക്കാം. ഇരിഷിൽ കെ സി അല്ല, കെ സി ജോസഫ് അല്ല, നമ്മുടെ സണ്ണി ജോസഫിനെ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. എന്താണ് ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണനെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയി, അത് ശരിയായ കാര്യമാണോ? അവിടെ പോയി അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സതീശന് മനസ്സിൽ വിചാരിക്കാനേ പറ്റുള്ളൂ. അത് നമ്മുടെ ബിന്ദുവിൻ്റെ അടുത്ത് പറയാൻ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾ വരും. ഇത് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാന്നുള്ളത്. കാരണം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ പോലും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. മറ്റ് ഘടകകക്ഷികളാരും പറയാൻ വേണ്ട. ഇപ്പോൾ മുസ്ലിം ലീഗിനൊരു മന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് ആ രീതിയിലുള്ള അധികാരം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ അവർക്ക് വേറെ സംവിധാനമാണ്. കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയോട് കുറച്ചുകൂടി കടുപ്പത്തിൽ പറയാം, CMയോടോ RSPയോടോ ഒക്കെ പറയാം. അപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ തന്നെ കോൺഗ്രസ് പോലെ നിരവധി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ശാക്തി കച്ചേരികളും പിന്നെ പല സമുദായങ്ങളുടെ പ്രതികളായിട്ട് വന്നവരാണ്. അപ്പോൾ സമുദായ നേതൃത്വത്തിൻ്റെ കൂടി അംഗീകാരത്തോടെ മാത്രമേ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പല പല പ്രശ്നങ്ങളിതിനകത്തുണ്ട്. അപ്പോൾ നല്ല മെയ്വഴക്കം വേണം, ദേഹത്ത് മൈലെണ്ണ പുരട്ടിയിട്ട് വേണം മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനായിട്ട്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും വളയ്ക്കാനോ തിരിക്കാനോ ഓടിക്കാനോ കഴിയണം. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ കരുണാകരനൊക്കെ നമ്മൾ പൂട്ട് തോണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൂട്ടി വയ്പ്പിച്ച് ഇതുപോലെ ഒന്നുമല്ല. അത് എത്ര ഘടകകക്ഷികളാണ്. മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ്, ജേക്കബ് ഗ്രൂപ്പ്, പിന്നെ NDP, SRP, ഇങ്ങനെ പല പല ഗുലാബികളുണ്ടായിരുന്നു. ഇതിനൊക്കെ കൂട്ടി വയ്പ്പിച്ചിട്ട് പണ്ട് ആരാണ്ട് പറഞ്ഞുകൊണ്ട് പണ്ട് കോഴിക്കോട്ട് വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ സർപ്പയജ്ഞം നടത്തിയത് വീരൂർ ഓർമ്മയിട്ടു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഇയാളുടെ സർപ്പക്കൂട് പോലെയാണ് കരുണാകരൻ്റെ ഐക്യമുന്നണി എന്നുള്ളത്. അതിൽ വെള്ളിക്കട്ടനുണ്ട്, മൂർഖനുണ്ട്, രാജവെമ്പാലയുണ്ട്, നീർക്കോലിയുണ്ട്, ചേരയുണ്ട്, പലതുണ്ട്. ഈ പാമ്പുകൾ പരസ്പരം തിന്നാതെ നോക്കണം, ഇവരാരും തന്നെ വേലായുധനെ കടിക്കാതെ നോക്കണം. അങ്ങനത്തെ പരിപാടിയാണ് കരുണാകരൻ ചേർന്നത്. പുള്ളിക്ക് പറ്റുമായിരുന്നു. പുള്ളി അത്രയും മെയ്വഴക്കമുള്ള ആളായതുകൊണ്ട് ഇവരൊക്കെ കൂട്ടി വയ്പ്പിച്ച് തമ്മിൽ കൂട്ടിയിടിക്കാതെ ഒന്ന് വേറൊന്നിനെ വിഴുങ്ങാതെ കൊണ്ടു നടന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു പരിധി വരെ കൊണ്ടു നടക്കാൻ പറ്റി. അവസാനമൊക്കെ വന്നപ്പോൾ ബുദ്ധിമുട്ടായി എങ്കിൽ പോലും. പക്ഷേ അത്രയും അധ്വാനമുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളൊന്നും ഐക്യവും മറ്റത് ജനാധിപത്യമാണ്. ഈ ഹോളി റോമൻ എംപയർ പോലെയാണ്. അത് ഹോളിയും അല്ല റോമനും അല്ല, ഒരു എംപയറും അല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഐക്യമില്ല, ജനാധിപത്യമില്ല, മുന്നണി എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ ജോലി വെച്ചാൽ വളരെ ദുഷ്കരമാണ്. അപ്പോൾ ആ ഒരു കരുണാകരൻ്റെ നിലവാരത്തിലേക്ക് സതീശന് ഉയരാതെ ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു തുടക്കമാണ്. ഇതുപോലെ എന്തൊക്കെ പ്രതിസന്ധികൾ വരാൻ പോകുന്നു എന്നറിയാമോ? 8 മണിക്ക് ഏതായാലും നമുക്ക് ചർച്ചയ്ക്ക് ഒരു വിഷയദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവില്ല. വീരുവാണെങ്കിലും ശരിയാണ്, സുരേഷ് കുമാർ ആണെങ്കിലും ശരിയാണ്. നമുക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. 8 മണി എന്നുള്ള സമയം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാണ്. എല്ലാ ദിവസവും 8 മണി തൊട്ട് 9 മണിയുള്ള സമയം ഏഷ്യാനെറ്റിന് വേണ്ടി മാറ്റി വെക്കണം ഇന്നോട്ട്. കാരണം ഇത് നമുക്ക് നിരന്തരം ചർച്ചകളായിരിക്കും. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ ഉയർന്നു വരും. അപ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കും നമ്മുടെ സുഹൃത്ത് പൊടിപ്പാറയ്ക്കും ഒക്കെ പൊട്ടിപ്പാറിയ പണികളായിരിക്കും ഇനി വരപ്പെടുന്നത്. ശ്രീ ജയശങ്കർ, EP ജയരാജൻ്റെ ബന്ധു നിയമനത്തിൽ 9ാം ദിവസമാണെന്ന് തോന്നുന്നു ജയരാജൻ രാജിവെച്ചത്. അതിൽ ശ്രീ ജയശങ്കറിൻ്റെ സംഭാവനയും ചെറുതായിരുന്നില്ല. ഇവിടെയും അളിയൻ മാത്രമല്ല പ്രതി, അളിയനെ നിയമിച്ച അളിയൻ ഇപ്പോൾ ജനങ്ങളോട് ഉത്തരം പറയേണ്ട അവസ്ഥയിലല്ലേ? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെ ആലോചിക്കായിരുന്നു. നമ്മൾ 8 ദിവസം തുടർച്ചയായിട്ട് ഇതുപോലെ 8 മണി തൊട്ട് 9 മണി വരെ ചർച്ച ചെയ്തത് 9ാം ദിവസമാണ് ജയരാജൻ രാജിവെച്ചത്. രാജിവെച്ച അന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ ഒരു ചർച്ച കൊണ്ട് നടത്തി. അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്. അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു കുവൈറ്റ് ചാണ്ടിയെ കൊണ്ട് രാജിവെപ്പിക്കാനായിട്ട്. പക്ഷേ ഇവിടെ സത്യത്തിൽ ഈ നിയമിതനായ അളിയനല്ല, നിയമിച്ച അളിയനാണ് കുറ്റക്കാരൻ. നിയമിതനായ അളിയനെ സംബന്ധിച്ചിടത്തോളം മറ്റേ അളിയൻ ഒരു സ്നേഹം കാണിച്ചു, ഇദ്ദേഹത്തിൻ്റെ പെങ്ങളെ കെട്ടിയതാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഈ സ്ഥാനത്തേക്ക് യോഗ്യന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അല്ലാതെ ഈ 3.5 കോടി ആളുകളുടെ കേരള സംസ്ഥാനത്ത് ഈ ഒരു അളിയൻ മാത്രമേ ഈ സ്ഥാനത്തേക്ക് യോഗ്യനായിട്ടുള്ളൂ എന്ന് കണക്കാക്കിയിട്ട് നിയമിച്ചല്ല. അല്ല, കാര്യക്ഷമതയും കഴിവും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയും പുരസ്കരിച്ച് നിയമിച്ചാണെങ്കിൽ മനസ്സിലാക്കരുത്. ഇതങ്ങനെയല്ല. വേറെ ഒരുപാട് ആളുകളുണ്ട്, കോൺഗ്രസിൽ തന്നെ കൊള്ളാവുന്ന ധാരാളം ആളുകളുണ്ട്, കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ അഡീഷണൽ PS ആയിട്ട് നമ്മുടെ സ്വന്തം അളിയൻ തന്നെ മതി എന്ന് തീരുമാനിച്ച അളിയനുണ്ടല്ലോ, പുള്ളിക്കാണ് നമ്മൾ ഈ വീരശൃംഖല കൊടുക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥ പ്രതി അദ്ദേഹമാണ്. രാജിവെക്കണമെങ്കിൽ അദ്ദേഹമാണ് രാജിവെക്കേണ്ടത്. പക്ഷേ ഒരു സർക്കാർ ഭരണം തുടങ്ങി 2 ആഴ്ച തികയുന്നതിന് മുമ്പ് ആദ്യത്തെ വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ മോശമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് നാളെ തന്നെ അളിയനെ പേരാവൂർക്ക് കയറ്റിവിടുന്നതായിരിക്കും നല്ലത്. പുള്ളി അവിടെ പോയിട്ട് കപ്പയോ കിഴങ്ങോ എന്താ വെച്ചാൽ കൃഷി ചെയ്ത് ജീവിക്കട്ടെ. മരച്ചീനിക്കൊക്കെ ഇപ്പോൾ സാമാന്യം വിലയുള്ള സമയമാണ്. അതിനൊന്നും ആർക്കും ആക്ഷേപമില്ല.
ഇനിയിപ്പോൾ KPCC പ്രസിഡൻറ്റിൻ്റെ അളിയനാണെന്നുള്ളതുകൊണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ വല്ലതും കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല, വളരെ മോശമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം, UDFകാർക്കും അറിയാം. ഇപ്പോൾ ശ്രീ ചെന്നിത്തല പറഞ്ഞു കേട്ടില്ലേ, ഇതിനു മുമ്പ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ആരെയും വ്യവസായ വകുപ്പിൽ നിയമിച്ചില്ല എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ആകെ ഒരു സമാധാനം തോന്നുന്നത്, ഈ സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പാണല്ലോ കൊടുത്ത്, പുള്ളിക്ക് റവന്യൂ വകുപ്പാണ് കൊടുത്തെങ്കിൽ എന്തൊക്കെ അക്രമങ്ങൾ ഈ നാട്ടിൽ ചെയ്യുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. 14 കളക്ടർമാർ പുള്ളിയുടെ കീഴിൽ വരുവാണ്. നാടൊട്ടുക്ക് പട്ടയം കൊടുക്കുന്ന ഉത്തരവാദിത്തം പുള്ളിക്ക് വന്നാൽ ഭൂപരിഷ്കരണ നിയമം തിരുത്തി എഴുതാനുള്ള സൗകര്യം പുള്ളിക്ക് കിട്ടിയാണ്. അങ്ങനെയുള്ള വലിയ വലിയ അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ നാട് രക്ഷപ്പെട്ടത്. വൈദ്യുതി വകുപ്പ് എന്ന് വെച്ചാൽ പിന്നെ വേറെ കുഴപ്പമില്ല, റെഗുലേറ്ററി അതോറിറ്റി അവരുടെ ജോലി ചെയ്യും. വൈദ്യുതി ബോർഡ് തന്നെ ഏതാണ്ട് സ്വയംഭരണ സ്ഥാപനമാണ്, അവിടെ ചീഫ് എഞ്ചിനീയർമാരും മറ്റാളുകളൊക്കെ അവിടെ ഉണ്ട്, അവർ ചെയ്തോളും. ലൈൻമാൻമാരുടെ ജോലി അവർ ചെയ്യും. അപ്പോൾ വൈദ്യുതി മന്ത്രിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ നയപരമായ ജോലികളൊന്നുമില്ല ഈ നാടമുറിക്കലും വിളക്കെത്തിക്കലും ഒഴിച്ചാൽ. പിന്നെ പ്രസ്താവന ഇറക്കാം, വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കും, കർണാടകത്തിൽ നിന്ന് കറണ്ട് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ താരതമ്യേന മനുഷ്യൻ അങ്ങനെ ബാധിക്കുന്നൊരു വിഷയമല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ സംവിധാനമുണ്ട്. ദേവസ്വം മന്ത്രിയുടെ പോലെയാണ്. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം വകുപ്പിൽ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല, അതിന് ദേവസ്വം ബോർഡുണ്ട്, പിന്നെ മേൽശാന്തി കീഴ്ശാന്തി അവരൊക്കെ നോക്കിക്കോളും. അപ്പോൾ ഇവിടെയും ഇദ്ദേഹത്തിന് ഇത്ര ചെറിയ പദവിയെ കൊടുത്തുള്ളൂ. കാര്യം പുള്ളി KPCC പ്രസിഡൻ്റാണ്, മറ്റ് പല ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുള്ളതാണ്, അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞാലും ഈ വൈദ്യുതി വകുപ്പായതുകൊണ്ട് അതിൻ്റെ ബഹുജനങ്ങൾക്ക് കിട്ടുന്ന ഷോക്ക് താരതമ്യേന കുറവായിരിക്കും. റവന്യൂ വകുപ്പായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ സ്ഥിതി എന്താവുമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്ര ചെയ്ത സ്ഥിതിക്ക് പുള്ളി 5 കൊല്ലം കൊണ്ട് എന്തൊക്കെ അതിക്രമങ്ങൾ ഈ നാട്ടിൽ ചെയ്ത് തീർക്കുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഈ വരാനിരുന്നത് വെച്ച് നോക്കുമ്പോൾ കണ്ടി കോളൻ്റെ പുരികത്തി കൊണ്ടുവന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിയമിതനായ അളിയനല്ല, നിയമിച്ച അളിയനാണ് ശരിക്കും കുറ്റക്കാരൻ. മുഖ്യമന്ത്രി ഇന്ന് രാത്രിയാണ് ഇടപെട്ട് സണ്ണി വക്കീൽ ഇത് ശരിയാവില്ല, അളിയനെ നാളെ തന്നെ പേരാവൂർക്ക് കയറ്റി വിട്ടുവെന്ന് പറയുന്നതാണ് ഈ സണ്ണി ജോസഫിനും നല്ലത്, സതീശനും നല്ലത്, നമുക്ക് നല്ലത്. നമുക്ക് നാളെ വേറെ വല്ല വിഷയവും ചർച്ച ചെയ്യാം.